സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മത്തായി സുവിശേഷം 27 അധ്യായം സ്തോത്രം 3 വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇന്ന് നമുക്കെല്ലാവർക്കും കുറ്റബോധങ്ങളുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെ സംസാരിച്ചല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞതാ എന്നതുപോലെ ഇതിനേക്കാൾ അപ്പുറം ഒരു കുറ്റബോധമുള്ള ഒരു മനുഷ്യനായാണ് യൂദാസ്. മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ഈ വെള്ളിക്കാശ് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് പറയണേ, ഞാൻ സ്തോത്രം യേശുവിനെ കാണിച്ചു കൊടുത്തതിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, സ്തോത്രം, അവരൊരു നല്ല വാക്ക് ആ മഹാപുരോഹിതന്മാർ പറയില്ല. നീ എന്തോ ചെയ്തോ, ഞങ്ങൾക്ക് തരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞേച്ചും അവനെ സമാധാനപ്പെടുത്തിയല്ല അവർ വിട്ടെ. ആ കുറ്റബോധത്തിനകത്ത് താൻ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റെന്നും നീ തന്നെയാണ് കാരണമെന്നും ആ കുറ്റബോധത്തിൻ്റെ അകത്ത് പിന്നെയും അമർത്തി കൊടുത്തപ്പോൾ ഇവൻ യേശുവിൻ്റെ അടുക്കലല്ല പോയേ. ഇവൻ നേരെ സ്തോത്രം കെട്ടി തൂങ്ങി ചത്തു. ശ്രദ്ധിച്ചു നോക്കുക. നിനക്ക് കുറ്റബോധമുണ്ടെങ്കിൽ ഒരു കൂട്ടുകാരനോട് സംസാരിക്കരുത്, ഒരു പാസ്റ്ററിനോട് സംസാരിക്കരുത്, ഒരു വിശ്വാസികളോട് നീ സംസാരിക്കരുത്. നീ നേരെ ചെന്ന് പ്രാർത്ഥന റൂമിൽ കയറി ബൈബിൾ എടുത്ത് വായിക്കുക. പരിശുദ്ധാത്മാവ് നിന്നെ സൗഖ്യമാക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്തോത്രം, കൂട്ടുകാരെടുത്ത് സംസാരിക്കരുത്, പാസ്റ്ററുടെ സംസാരിക്കരുത്, വിശ്വാസികളെടുത്ത് സംസാരിക്കരുത്. അത് തെറ്റല്ല, പറഞ്ഞ് മനസ്സിലാക്കി തരാം. തെറ്റല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു മനുഷ്യനെ കൊണ്ട് ആ കുറ്റബോധത്തിൽ നിന്നും വിടുവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ ഒരുപാട് കുറ്റബോധം എൻ്റെ അകത്തുണ്ടായിരുന്നു. ഒരു മനുഷ്യനല്ല എൻ്റെ കുറ്റബോധത്തെയും എൻ്റെ പാവത്തെയും ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, ഇതൊന്നും ഒരു മനുഷ്യനല്ല എനിക്ക് പറഞ്ഞു തന്നെ. സ്തോത്രം, ഈ ബൈബിളിനകത്തിരുന്നപ്പോൾ, ഈ പ്രാർത്ഥനയിലിരുന്നപ്പോൾ പരിശുദ്ധാത്മാവാണ് എനിക്കത് പറഞ്ഞു തന്നെ. സ്തോത്രം, ആ പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളുടെ കുറ്റബോധത്തിൽ നിന്നും നിങ്ങളെ വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞതുകൊണ്ട് സ്തോത്രം, പാസ്റ്റർമാരെ വെറുക്കാനാണോ, കൂട്ടുകാരെ അല്ല, ഞാനത് അപ്പോഴും പറഞ്ഞു തരും. നിങ്ങളത് തെറ്റിദ്ധരിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. സ്തോത്രം, കുറ്റബോധം അവസാനം സാത്താൻ അവനെ തൂക്കിലേറ്റും, ഇല്ലെങ്കിൽ അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കും, ഉറപ്പാ. ഇന്ന് കേരളക്കരയിൽ എവിടെ വേണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആത്മഹത്യകളെയാണ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, പാസ്റ്ററെ നമുക്കിതിനെക്കുറിച്ച് എന്തിന്? നീ ഒരു കാവൽക്കാരനാണ്, നീ ഒരു സഭയുടെ പാസ്റ്ററാണ്, നീ ഒരു ദേശത്തിൽ സ്തോത്രം കാവൽക്കാരനാണ്. ഇപ്പോൾ സ്വർണ്ണക്കടയിൽ ഒരു സ്തോത്രം ഒരു സെക്യൂരിറ്റിയെ നിർത്തിയാൽ ആ സെക്യൂരിറ്റി ഉറങ്ങിയാൽ ആ സ്വർണ്ണക്കട പോയി. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിന്നെ ഏൽപ്പിച്ചിരിക്കുക, നീ പാർക്കുന്ന ദേശം നിൻ്റെതാണ്. നീ പോകുന്ന ചർച്ച്, അവിടെ നീ ഒരു സ്തോത്രം കാവൽക്കാരനാണ്. അപ്പോൾ ഈ കുറ്റബോധം എന്ന് പറയുന്ന ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു സംഭവം, അത് നീ ആത്മാവിൽ പ്രാർത്ഥിച്ചാലേ നിനക്ക് ഇതിന് വിടുതൽ കിട്ടൂ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പത്രോസിന് കുറ്റബോധം വന്നില്ലേ? പത്രോസ് യേശുവിനെ സ്തോത്രം തള്ളിപ്പറഞ്ഞതുകൊണ്ട് 3-ാമത്തെ തവണ താൻ ഹൃദയം നൊന്ത് കരയാണ് ചെയ്തേ. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എന്നിട്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്ക്. യേശു പറഞ്ഞു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. ഞാൻ ചോദിക്കട്ടെ, അതേ തള്ളിപ്പറഞ്ഞ അതേ പത്രോസിനെ യേശു പോയി വിളിച്ചില്ലേ? യേശുവിൻ്റെ അടുക്ക കേട്ട എന്താ? നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെ കർത്താവിന് മാത്രമേ നിൻ്റെ കുറ്റബോധത്തെ ഉണർപ്പിച്ച് സാത്താൻ്റെ ആ അണ്ടറിൽ നിന്ന് നിന്നെ വിടിവിക്കാൻ പറ്റൂ. കുറ്റബോധം നിനക്കുണ്ടോ? സാത്താൻ നിന്നെ അതിൽ മാത്രം ശ്രദ്ധിപ്പിക്കും. നീ ചെയ്തത് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അത് വലിയ പാപമാണ്, അതാണ് ഇതാണ്, ഇങ്ങനെ പറഞ്ഞ് അവസാനം നീ ചെന്ന് ആത്മഹത്യ ചെയ്യണം. ഇവിടെ ദൈവവചനം പറയുന്നു, 99 ആടുകളെയും വിട്ടേച്ച് യേശു ഒരാടിനെ പോയി കണ്ടു, ചെന്നു, കൊണ്ടുവന്ന ആടിനെ. അങ്ങനെയാണെങ്കിൽ ഒരു ആടിൻ്റെ അടുക്ക് യേശുവിന് ഇത്ര സ്നേഹമാണെങ്കിൽ നിന്നെയും എൻ്റെയും അകത്ത് കിടക്കുന്ന കുറ്റബോധത്തെ ഉണർപ്പിച്ച് കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ മാറൂലേ? അപ്പുറവും ഇപ്പുറവും നിന്ന കള്ളന്മാരോട് സംസാരിച്ചപ്പോൾ ഒരു കള്ളനെ കർത്താവ് പറഞ്ഞു, ഈ വർദ്ധീസിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞ കർത്താവാണത്. സ്തോത്രം, പറയാൻ പറ്റുമോ? അപ്പോൾ കുറ്റബോധത്തിനകത്താണോ നീ ഇരിക്കുന്നത്? നീ ഓരോരുത്തരെടുത്തും സംസാരിക്കണ്ട. നീ ബൈബിൾ എടുക്ക്, പ്രാർത്ഥിക്കാൻ അറിയാവുന്നതുള്ളൂ നീ പ്രാർത്ഥിക്ക്. അന്നേരം നിൻ്റെ ഹൃദയത്തിനകത്ത് നീ തന്നെ മെഴുകുപോലെ ഉരുകുന്നത് നീ കാണാൻ പറ്റും. നീ തന്നെ പൊട്ടിക്കരയും. അവിടെയാണ് വിടുതൽ കിടക്കുന്നത്. പക്ഷേ ഇവിടെ നോക്ക്, ഈ യൂദ ചെന്ന് സംസാരിച്ചത് മഹാപുരോഹിതന്മാരുടെ അടുത്താണ്. അവന്മാർ യേശുവിൻ്റെ പേര് കേട്ടാലേ അവന്മാർക്ക് ശരിയല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നിൻ്റെ കുറ്റബോധത്തെ ഈ യൂദ ചെന്ന് യൂദയുടെ കുറ്റബോധം സംസാരിച്ചത് മഹാപുരോഹിതന്മാർ. അവന്മാർ ആ കുറ്റബോധത്തിനകത്ത് ഒത്തിരി വിഷയങ്ങൾ ഇട്ട് കൊടുത്തു.
അവസാനം ആരടുത്ത് സംസാരിക്കാൻ? യേശുവിനെ ഞാൻ കാണിച്ചു കൊടുത്തു എന്നുള്ളൊരു, അതായത് യേശു പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലം യൂദയ്ക്ക് കറക്റ്റ് അറിയാം. കൃത്യമായിട്ടും ഈ ശിഷ്യന്മാരെല്ലാം അവിടെ ഉണ്ട്. ഈ യൂദ വന്നു ചുംബനം കൊടുത്തു, കാണിച്ചു കൊടുത്തു, യേശുവിനെ ഡയറക്റ്റ്ലി കാണിച്ചു കൊടുത്തു. ഒരു മനുഷ്യനും പിന്നെ യേശുവിൻ്റെ അടുക്കൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളെടുക്കൽ ഞാനിപ്പോൾ സംസാരിക്കുന്നു, നിങ്ങൾ മഹാമോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് സഹിക്കുമോ? നാളെ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കണ്ടേ? നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലല്ലേ അത് ഞാൻ കണ്ടു പറയാവൂ. ഇത് യേശുവിനെ ഒരു തെറ്റും കാണാനുമില്ല, ഒരു വിഷയമില്ല. പക്ഷേ യേശു എവിടെ പോകണു, എന്ത് ചെയ്യുന്നൊക്കെ യൂദയ്ക്കറിയാം. വെറും 30 വെള്ളിക്കാശിനാണ് യൂദ അത് ചെയ്തത്. പക്ഷേ ആ മൈൻഡ്, ആ ചിന്ത സാത്താൻ പിടിച്ചെടുത്ത്. എന്നാൽ യേശു അവനോട് പറയുന്നു, ശരി, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു, പൊക്കോ. കണ്ട, ഇതൊന്നും മനസ്സിലാക്കുക. യേശു ഒരുപാട് തവണ യൂദയോട് അത് സംസാരിക്കുന്നുണ്ട്, യൂദയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്നതുപോലെ സാത്താൻ കുറ്റബോധം നിൻ്റെ മേലിട്ട് യേശുവിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണ്. നീ ശ്രദ്ധിക്കുക, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചിട്ട് കുറ്റബോധത്തിൽ നീ ജയിക്കണം. അത് യേശുവിനെ കൊണ്ടേ പറ്റൂ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.